നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. അതായത് സോളാർ കേസിൽ ആരോപണ വിധേയരായ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ എതിർ സ്ഥാനാർത്ഥിയാകുമെന്ന് സരിത എസ് നായർ തെളിവുകൾ പുറത്തുവിട്ട് പ്രചാരണം നടത്തുമെന്നും ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുകയാണ്. അവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി കാത്തിരിക്കുകയാണെന്നും അതിനുശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും സരിത പറഞ്ഞിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലുമാണ് തന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചതെന്നും തന്നെ പീഡിപ്പിച്ച 4 പേരും, അതായത് ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ എന്നിവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉമ്മൻചാണ്ടിക്കെതിരെയാകും മത്സരിക്കുക. മറ്റ് 3 പേർക്കെതിരെ തെളിവുകൾ പുറത്തുവിട്ട് പ്രചാരണം നടത്തും. ഉമ്മൻചാണ്ടി പിന്മാറി മറ്റ് 3 പേർ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അതിൽ KC വേണുഗോപാലിനെതിരെയാകും താൻ സ്ഥാനാർത്ഥിയാവുക. മറ്റ് 2 പേർക്കെതിരെ പ്രചാരണം നടത്തുമെന്നും ഇപ്പോൾ അവർ സാധ്യതകൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണയോടെ ആയിരിക്കില്ല താൻ മത്സരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം ഉയരാനിടയുള്ളത് കൊണ്ടാണിത്. വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ചിലർ ശ്രമിച്ചേക്കാം. എന്നാൽ ഒറ്റയ്ക്കായിരിക്കും താൻ മത്സരിക്കുക. നീതി നിഷേധിക്കപ്പെട്ടവളാണ് താൻ. നീതി ലഭിക്കുക എന്നത് ഏതൊരു സ്ത്രീയുടെയും അവകാശമാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഞാൻ നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നേരത്തെ നൽകിയ പരാതിയുമായിരുന്നു അത്. ഗുണകരമായ നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചതെന്നും സരിത കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് MLA മാർക്കെതിരെ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ലൈംഗിക പീഡന കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, MP അനിൽകുമാർ എന്നിവർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഹൈബി ഈഡൻ എറണാകുളത്തും അടൂർ പ്രകാശ് ആലപ്പുഴയിലും മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും മത്സര രംഗത്തുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരത്തോടെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരങ്ങൾ. ഉമ്മൻചാണ്ടിയും മറ്റ് 3 പേരും മത്സര രംഗത്തുണ്ടായാൽ അവർക്കെതിരെ പ്രചരണ രംഗത്തിറങ്ങുമെന്നാണ് പരാതിക്കാരി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.